ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ കറി. അതിനുവേണ്ടി ഞാൻ 2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ നമ്മുടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, അതിനുശേഷം 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടീസ്പൂണും അതുപോലെ 1.5 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി, കുരുമുളക് പൊടി കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റോളം നമ്മൾ വെക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിൽ അതെടുത്ത് ഒരു 5-6 വിസിലടിക്കുന്നിടം വരെ നല്ലവണ്ണം വേകുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഉരുളി എടുത്ത് നമുക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഗരം മസാല, കുറച്ച് മസാല നമ്മൾ ഇട്ട് കൊടുക്കുക. അതിൽ പെരുംജീരകമുണ്ട്, കറുവപ്പട്ട, ഗ്രാമ്പു, ഒരു 3-4 വറ്റൽമുളക്. അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഒരു 4-5 സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1.5 ടീസ്പൂൺ നമ്മൾ കുരുമുളക് ചതച്ചിട്ടത്, ഒരു 3 പച്ചമുളക്, കറിവേപ്പില, ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3 തക്കാളി ചെറുതായിട്ടരിഞ്ഞ് ഇതെല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റുക. അതിന് ശേഷം ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 4 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മിർച്ചിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂട്ടി നല്ലവണ്ണം ഇളക്കുക. അതിനുശേഷം ഞാനൊരു മട്ടൻ മസാല ഒരു 1.5 ടീസ്പൂൺ അതിലിട്ടു. എന്നിട്ട് നമ്മൾ ചിക്കൻ വെന്ത് വെള്ളം ഒഴിച്ച് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലവണ്ണം ഒരു തിക്ക് മസാല ആയതുകൊണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതിലേക്ക് അല്പം പുതിനയില ഇട്ട് കൊടുക്കുക. തിക്കായി നമ്മുടെ മസാല കൊണ്ട് നമുക്ക് തിക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ മട്ടന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരല്പം മല്ലിയിലയും നമ്മുടെ രമ്പയിലയും എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മട്ടൻ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക.